എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പുതിയൊരു ക്ലാസ്സുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിന് അപ്ലൈ ചെയ്തിരിക്കുന്നതും അപ്ലൈ ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ള ആൾക്കാർക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ആ ഒരു എക്സാമിന് നമ്മൾ നേരിടേണ്ടി വരുന്ന 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്സുകളെ പറ്റിയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആ 20 മാർക്കിൽ നിന്നും നമുക്ക് എങ്ങനെയൊക്കെ മാർക്ക് സ്കോർ ചെയ്യാം, ഏതൊക്കെ ഭാഗത്തിലൂടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം എന്നതിനെ പറ്റിയുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മളെ ഈ ക്ലാസ്സിലൂടെ ഒരു ഭാഗം നമ്മൾ പഠിച്ചു തീർക്കുന്നതായിരിക്കുമെന്ന് ഞാനിവിടെ നിങ്ങളോട് പറയുകയാണ്. നമ്മളെല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ ഭാഗത്ത് നിന്നും ധാരാളം ചോദ്യങ്ങൾ, ധാരാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാർക്കിനോളം ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ടോപ്പിക്സിനകത്തിൽ, നമ്മുടെ സിലബസിനകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു 3 മാർക്ക്, ആ മാർക്ക് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കിട്ടുന്നതായിരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു ഭാഗത്തിലേക്കാണ് പോകുന്നത്. ഞാൻ നിങ്ങളോടൊപ്പം ഈ ലേണിൽ നിന്നും സൂരജാണ്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ട്പ ആക്ട് ആണ്. കോട്ട്പ ആക്ടിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആ ഒരു ഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരും സിവിൽ എക്സൈസ് ഓഫീസർ ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് ഇത് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. എളുപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉദ്യോഗം നേടാൻ പറ്റുന്ന ഒരു ഗവൺമെന്റ് ജോലി, ഒരു യൂണിഫോം തസ്തിക നമുക്ക് നേടാൻ കഴിയുന്ന ഒരു ഭാഗം കൂടിയാണ്. ഡിസ്ട്രിക്ട് വൈസ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എക്സാം നമ്മുടെ കയ്യിലിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം ഏതാണെന്ന്. നമ്മൾ പോവുകയാണ്. കോട്ട്പ ആക്ട് ആണ്. കോട്ട്പ ആക്ട് എന്താണ്? കോട്ട്പ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആക്ട് ആണ്. സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആക്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാവരും കണ്ടിട്ടുള്ള സാധനമാണ്. സിഗരറ്റുകള്, ബീഡികള്, അതേപോലെ തന്നെ മറ്റു പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ നിയന്ത്രിച്ചിരിക്കുന്ന ഒരു നിയമമാണ് ഏതെന്ന് പറയുന്നത് കോട്ട്പ ആക്ട്. നമ്മൾ ഇന്ന് അതിലേക്ക് കടക്കുകയാണ്. അതിനകത്തിലെ സെക്ഷനുകൾ എന്തൊക്കെയാണ് എന്നിവയെ കുറിച്ച് പഠിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് സിഗരറ്റ്. അതിന്റെ പുക നമ്മൾ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മളെ അസ്വസ്ഥരാക്കിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ എന്താണ്, എങ്ങനെയൊക്കെയാണ് ഇതിനെതിരെയുള്ള നിയമങ്ങൾ എന്നതിനെ പറ്റി നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യുന്നതായിരിക്കും. നമുക്ക് പോകാം. കോട്ട്പ ആക്ട് എന്താണെന്ന് നോക്കി. നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു, ഇന്ത്യയിൽ സിഗരറ്റിന്റെയും മറ്റു പുകയില ഉൽപ്പന്നങ്ങളുടെയും ഉൽപാദനം, വിപണനം, വിതരണം എന്നിവ നിയന്ത്രിക്കാൻ വേണ്ടി നിലവിൽ വന്ന നിയമമാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് കോട്ട്പ ആക്ട്. അപ്പോൾ ഓർത്തോണം, ഇന്ത്യയിൽ സിഗരറ്റിന്റെയും അതേപോലെ തന്നെ മറ്റു പുകയില ഉൽപ്പന്നത്തിന്റെയും ഉൽപാദനം, വിതരണം, വിപണനം എന്നിവ നിയന്ത്രിക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമമാണെന്ന് ഓർത്തിരിക്കുക. സിഗരറ്റ്, മറ്റു പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പരസ്യങ്ങൾ നിരോധിച്ചിരിക്കുന്നു. നമ്മൾ എന്നും കണ്ടിട്ടില്ലല്ലോ ഈ സിഗരറ്റിന്റെയോ മറ്റു പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം. നമ്മൾ ഒരു മാധ്യമങ്ങൾ വഴിയും നമ്മൾ കണ്ടിട്ടില്ല, പത്രങ്ങൾ വഴിയും എങ്ങും നമ്മൾ കണ്ടിട്ടില്ല. അത് നിരോധിച്ചിരിക്കുന്ന വകുപ്പ് വന്നത് ഏതാണ്? നമ്മൾ ഈ പഠിക്കുന്ന കോട്ട്പ ആക്ട് ആണ്. അപ്പോൾ കോട്ട്പ ആക്ട് പ്രകാരമുള്ള പരസ്യ നിരോധനം അവിടെ പറഞ്ഞിരിക്കുന്നു. അടുത്ത നോക്കി, സിഗരറ്റിന്റെയും മറ്റു പുകയില ഉൽപ്പന്നങ്ങളുടെയും വഴിയോര കച്ചവടങ്ങൾ നിയന്ത്രിച്ചിരിക്കുന്നു. അതായത് വഴിയോര കച്ചവടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കാണാൻ എവിടെയെങ്കിലും ഒക്കെ എടുത്തു വെച്ച് ഈ ഫുട്പാത്ത് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ വെച്ച് എന്ത് കച്ചവടം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. സിഗരറ്റുകൾ കച്ചവടം, പുകയില ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യത്തില്ല, കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വകുപ്പാണ്, അല്ലെങ്കിൽ ഒരു നിയമമാണ് ഏതെന്ന് പറയുന്നത് കോട്ട്പ ആക്ട് എന്ന് പറയുന്നത്. ഇനി ബാക്കി എന്താണെന്ന് നോക്കാം. ഇന്ത്യയിൽ സിഗരറ്റ്, മറ്റു പുകയില ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ വൃത്തിയായിട്ട് ഓർത്തിരിക്കുക, എന്തായാലും ഇന്ത്യയിൽ എന്തുണ്ട്? ഈ സിഗരറ്റ് ഉണ്ട്, ബീഡി ഉണ്ട്, അങ്ങനെ പുകയില ഉൽപ്പന്നങ്ങൾ ധാരാളമുണ്ട്. അവ വിൽക്കുന്നതിന് എന്ത് നൽകിയിരിക്കുന്നു? മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്ന വകുപ്പ് അല്ലെങ്കിൽ നിയമം കോട്ട്പ ആക്ട് ആണ്. അപ്പോൾ ഓർത്തോണം, ഇന്ത്യയിൽ സിഗരറ്റും മറ്റു പുകയില ഉൽപ്പന്നങ്ങളും വിൽക്കാതിരിക്കുന്നില്ല, വിൽക്കുന്നുണ്ട്. അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്ന നിയമം കോട്ട്പ നിയമമാണ്. കോട്ട്പ നിയമത്തിന്റെ വ്യാപ്തി എവിടെയായിരിക്കും? ഇന്ത്യ മുഴുവനായിരിക്കും, അല്ലെ? രാജ്യത്ത് മുഴുവൻ എന്തുണ്ട്? ഈ നിയമത്തിന് വ്യാപ്തിയുണ്ട്. എല്ലായിടത്തും പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളും വിൽക്കണമെങ്കിൽ ഏത് നിയമം അനുസരിച്ചായിരിക്കണം? കോട്ട്പ ആക്ട് അനുസരിച്ചായിരിക്കണം എന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ഈ നിയമം നടപ്പിലാക്കാൻ കാരണമായത് ഓർത്തോണം,
1990 മെയ് മാസം 17 നടന്ന ലോക ആരോഗ്യ സംഘടനയുടെ WHO 43ാമത് അസംബ്ലിയിലൂടെയാണ് 43ാമത്തെ ലോക ആരോഗ്യ സംഘടനയുടെ ആരോഗ്യ അസംബ്ലിയിലൂടെയാണ് എന്ത് നിയന്ത്രിക്കാൻ തീരുമാനിച്ചത്? പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളും എന്ത് ചെയ്യുക? നിയന്ത്രിക്കുക. വരും തലമുറയ്ക്ക് ഇത് ദോഷകരമാണെന്നും കുട്ടികളിലേക്ക് ഇത് എത്തുന്നതും അത് തടയുക എന്നതിനെയൊക്കെ പറ്റിയുള്ള ഒരു സമ്മേളനമായിരുന്നു അത്. ആ ഒരു അസംബ്ലി ആയിരുന്നു. ആ അസംബ്ലി കാരണമാണ് ഇന്ത്യയിൽ ഏത് നിയമം കൊണ്ടുവരാൻ കാരണമായത്? കോട്ട്പ ആക്ട് കൊണ്ടുവരാൻ കാരണമായത് എന്ന് ഓർത്തിരിക്കുക. മനസ്സിലായല്ലോ? അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. കോട്ട്പ ആക്ടിലെ പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്ക് നമ്മൾ പോവുകയാണ്. നോക്കിയേ, സെക്ഷൻ 4 എന്താണ്? പബ്ലിക് സ്മോക്കിംഗ് ആണ്. എന്താണ്? പബ്ലിക് സ്മോക്കിംഗ്. പൊതു ഇടങ്ങളിൽ എന്ത് പാടില്ല? പുകവലി പാടില്ല എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷൻ അപ്പോൾ ഏതാണ്? 4 അപ്പോൾ നിങ്ങൾക്കറിയാം ഈ പൊതു ഇടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പബ്ലിക്കിന് പ്രവേശിക്കാൻ കഴിയുന്ന ഏതൊരു സ്ഥലത്തെയും അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ള ഏതൊരു സ്ഥലത്തെയും എന്ത് വിളിക്കുന്നു? ഈ പറയുന്ന പബ്ലിക് പ്ലേസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പൊതു സ്ഥലം എന്ന പേരിൽ അറിയപ്പെടുന്നു. റോഡ്, അതേപോലെ തന്നെ ഓഡിറ്റോറിയം, സർക്കാർ ഓഫീസുകൾ, കോടതികൾ, ഈ ബസ്സുകളിൽ KSRTC ബസ്സുകളിലെ പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ എഴുതി വെച്ചിട്ടില്ലേ ഇവിടെ പുകവലി പാടില്ല എന്ന് എഴുതി വെച്ചേക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയും എന്താണ്? അത് ഒരു പൊതു സ്ഥലമാണ്. അവിടെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? പുകവലിക്കാൻ പാടില്ല എന്ന് പറയുന്ന കോട്ട്പ ആക്ടിലെ വകുപ്പാണ് ഏതെന്ന് പറയുന്നത്? സെക്ഷൻ 4 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഇതിനകത്തിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോട്ട്പ സെക്ഷൻ 4 പ്രകാരം പൊതുസ്ഥലത്ത് ഒരു കാരണവശാലും പുകവലി പാടുള്ളതല്ല. പുകവലി നിരോധിച്ചിരിക്കുന്നു. കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ പുകവലി പാടില്ല, ഇത് പുകവലി നിരോധന മേഖല എന്നൊക്കെ നമ്മൾ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത എന്താണെന്ന് നോക്കിയേ, പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ വ്യക്തമായിട്ട് ഓർത്തിരിക്കണം. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ എന്താണെന്ന് നോക്കിയേ, 30 മുറിയോ അതിൽ കൂടുതലോ ഉള്ള ഹോട്ടലുകളിലും ഓഡിറ്റോറിയങ്ങളിലും റെസ്റ്റോറന്റുകളിലും എന്ത് വേണം? പുകവലിക്കുവാനുള്ള ഒരു പ്രത്യേക പ്ലേസ് ഒരുക്കി നൽകണം. ആ സ്ഥാപനം എന്ത് ചെയ്തിരിക്കണം? പുകവലിക്കാനുള്ള ഒരു പ്രത്യേക സ്ഥലം. വലിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് പുകവലിക്കാനുള്ള ഒരു പ്രത്യേക പ്ലേസ് അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നു. അതെവിടെയാണ്? അതും സെക്ഷൻ 4 തന്നെയാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പുകവലി നിരോധിച്ചിരിക്കുന്നു, പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചിരിക്കുന്നു. പക്ഷേ 30 പേരോ അതിൽ കൂടുതലോ വരുന്ന ഓഡിറ്റോറിയങ്ങൾ, റെസ്റ്റോറന്റുകൾ, അതേപോലെയുള്ള മറ്റു സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക? പുകവലിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അത് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുക? ഒരു പ്രത്യേക പ്ലേസ് അറേഞ്ച് ചെയ്യണമെന്നും പറഞ്ഞിരിക്കുന്നു. ഓർത്തോണമേ, കാര്യം ഓർത്ത് വെച്ചിരിക്കണം. ഇനി എന്താണെന്ന് നോക്കിയോണേ, സെക്ഷൻ 4 പ്രകാരം പൊതുസ്ഥലത്ത് പുകവലിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 21. എന്താണ്? പൊതുസ്ഥലത്ത് പുകവലിക്കുന്ന, ഇപ്പോൾ ബസ്സിലിരുന്ന് പുകവലിക്കുന്നു, അതേപോലെ കുട്ടികൾ കൂടുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് അല്ലെങ്കിൽ റോഡിലിരുന്ന് പുകവലിക്കുന്നു, അപ്പോൾ ആൾക്കാർ കൂടുന്ന ഓഡിറ്റോറിയങ്ങളിൽ നിന്ന്, അതേപോലെ തന്നെ ഗവൺമെന്റ് ഓഫീസിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് പുകവലിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരാൾക്ക് എന്താണ് ശിക്ഷ നൽകുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 21. ഏതാണ്? സെക്ഷൻ 21. സെക്ഷൻ 21 പ്രകാരം പൊതുസ്ഥലത്ത് പുകവലിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന ശിക്ഷ എത്രയാണെന്നാണ് പറയുന്നത്? നോക്കിയോണം, 200 രൂപയാണ്. എത്ര രൂപയാണ്? 200 രൂപയാണ് പിഴ ലഭിക്കുന്നത് എന്ന് ഓർത്തിരിക്കണം. അപ്പൊ പൊതുസ്ഥലത്ത് പുകവലിക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര രൂപ പിഴ ലഭിക്കുമെന്ന് കോട്ട്പ ആക്ട് പറഞ്ഞിരിക്കുന്നു? 200 രൂപയാണ് പിഴ ലഭിക്കുന്നത്. ഓർത്തിരുന്നോളം. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ഭാഗം നോക്കണം. അതുപോലെ തന്നെ പൊതുസ്ഥലം എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ഏതൊരു സ്ഥലമായാലും അവിടെ ഉണ്ടായിരിക്കണം? ഇവിടെ പുകവലി പാടില്ല, നോ സ്മോക്കിംഗ്, പുകവലി പാടില്ല എന്നുള്ള ഒരു ബോർഡ് പ്രദർശിപ്പിച്ചിരിക്കണം. മസ്റ്റ് ആണ്, കൃത്യമായിട്ടും അത് ഉണ്ടായിരിക്കണം. ഇവിടെ പുകവലി പാടില്ല, പുകവലി നിരോധിത മേഖല എന്നുള്ള ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ബോർഡ് അവിടെ ഉണ്ടായിരിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു കോട്ട്പ ആക്ട്. കേട്ടോ, അപ്പോൾ ആ കാര്യം ഓർത്തിരിക്കണം. ഇതെല്ലാം സെക്ഷൻ 4 വരുന്നതാണ് എന്ന് ഓർത്തിരിക്കണം. ഇനി സെക്ഷൻ 5ലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ഒരു സെക്ഷൻ ആണ് 5.
പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റ് എന്നിവയുടെ പരസ്യങ്ങളുടെ നിരോധനം. നമ്മൾ തുടക്കമേ ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ, നമുക്ക് എന്താണ് സിഗരറ്റിന്റെ ഒന്നും പരസ്യം നമ്മളെങ്ങും കണ്ടിട്ടില്ലല്ലോ. ടിവിയിലായാലും നിങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയസിലായാലും പത്രങ്ങളിലായാലും എങ്ങും നമ്മൾ എന്ത് കണ്ടിട്ടില്ല? സിഗരറ്റിന്റെ പരസ്യങ്ങൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. അത് നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. നോക്കിയേ, സെക്ഷൻ 5 പ്രകാരം സിഗരറ്റുകളുടെയോ മറ്റു പുകയില ഉൽപ്പന്നങ്ങളുടെയോ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ള പരസ്യങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? പുറത്തുവിടാൻ, പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പോൾ ഓർത്തു വെച്ചോണം, വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് സെക്ഷൻ 5. എന്താണ്? പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? നിരോധിച്ചിരിക്കുന്നു. ഒരു കാരണവശാലും പരസ്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? പുറത്തുവിടാൻ പാടില്ല. പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം ആൾക്കാരെ ആകർഷിക്കുന്ന തരത്തിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യല്? പുറത്തുവിടാൻ പാടില്ല എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു സെക്ഷൻ 5-നകത്തിൽ. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ത്യയിലെ ഏതൊരു വ്യക്തിയും നോക്കിയോണം, ഇന്ത്യയിലെ ഏതൊരു വ്യക്തിയും തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, തന്റെ എന്താണ് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി പുകയില ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചുള്ള പരസ്യം പ്രദർശിപ്പിക്കുകയോ പ്രദർശിപ്പിക്കാനുള്ള അനുമതി നൽകുകയോ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഏതൊരു വ്യക്തി ആയാലും എന്ത് ചെയ്യുകയാണ്? ഇപ്പോൾ അയാൾ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഒരു കട നടത്തുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പനി നടത്തുകയാണ്. അയാൾ ആ ഒരു സിഗരറ്റിന്റെ എന്തിനു വേണ്ടി, കച്ചവടത്തിന്റെ പരസ്യം എന്ത് ചെയ്യാൻ പാടില്ല? ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? പുറത്തുവിടാൻ പാടില്ല. സോഷ്യൽ മീഡിയ വഴിയോ മറ്റു ചാനലുകൾ വഴിയോ അല്ലെങ്കിൽ പാംലെറ്റ്, ലഘുലേഖകൾ വഴിയൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? പരസ്യം പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നോക്കിയേ, സിഗരറ്റ്, മറ്റു പുകയില ഉൽപ്പന്നത്തിന്റെ എന്തെങ്കിലും വ്യാപാര മുദ്രയോ, വളരെ ശ്രദ്ധിച്ചോണം, സിഗരറ്റിന്റെയോ മറ്റെന്തെങ്കിലും പുകയില ഉൽപ്പന്നത്തിന്റെയോ വ്യാപാര മുദ്രയോ പുകയില ഉൽപ്പന്നത്തിന്റെ ബ്രാൻഡിന്റെ നാമത്തിലോ, ഇപ്പോ ധാരാളം ബ്രാൻഡ് അനുസരിച്ചാണല്ലോ ഈ സാധനങ്ങളെല്ലാം കിട്ടുന്നത്, ആ ബ്രാൻഡിന്റെ നാമത്തിലോ സ്പോൺസർഷിപ്പ് പരിപാടികളോ സമ്മാനങ്ങളോ നൽകാൻ പാടില്ല. നമ്മൾ പല TV ഷോകളും കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് തന്നെയുള്ള പരിപാടികൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഓരോ പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഓരോ കമ്പനികളാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പരിപാടികളൊക്കെ സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വൃത്തിയായിട്ട് പറഞ്ഞിരിക്കുന്നു എന്ത് പാടില്ല? സിഗരറ്റ് കമ്പനിയോ മറ്റു പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കമ്പനികളുടെയോ അവരുടെ ലേബലിലോ അല്ലെങ്കിൽ അവരുടെ നാമത്തിലോ എന്ത് നൽകാൻ പാടില്ല? ഒരു സമ്മാനങ്ങളോ മറ്റു സ്പോൺസർഷിപ്പ് പരിപാടികളോ പാടുള്ളതല്ല. അങ്ങനെ ചെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഓർത്തു വെച്ചിരിക്കണം ആ ഒരു കാര്യം കൂടി. ഇനി പുകയില ഉൽപ്പന്നത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ള പരസ്യങ്ങൾ അടങ്ങിയ ലഘുലേഖകളോ നോട്ടീസുകളോ യാതൊരു വിധത്തിലും വിതരണം ചെയ്യുവാൻ പാടുള്ളതല്ല. നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു അല്ലെ, ലഘുലേഖകളൊന്നും ഒരു കാരണവശാലും. അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ വീട്ടിലൊക്കെ പത്രങ്ങൾ വരാറുണ്ടല്ലോ, ആ പത്രത്തിനകത്ത് ഓണം, ക്രിസ്മസ്, വിഷു ഒക്കെ ആകുമ്പോൾ ചില നോട്ടീസുകൾ വരത്തില്ലേ? ചെറിയ ചെറിയ നോട്ടീസുകൾ, നമ്മുടെ ഈ ഹോം അപ്ലയൻസിൽ നിന്നുമൊക്കെ ടിവിയുടെ അതിന്റെയൊക്കെ വില കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഓഫർ, അതേപോലുള്ള തരത്തിലുള്ള നോട്ടീസുകൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈ വിതരണം ചെയ്യാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പുകയില ഉൽപ്പന്നങ്ങളെയോ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ, ഫിലിമുകൾ എന്നിവ നിരോധിച്ചിരിക്കുന്നു. ഇതും നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു അല്ലെ. ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്തിരിക്കുന്നു? ചെറിയൊരു വീഡിയോ ഒക്കെ ഉണ്ടാക്കി പുക വലിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോ, പരസ്യമൊക്കെ ആക്കി ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? പുറത്തു വിടാൻ പാടുള്ളതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വീഡിയോകൾ, ഫിലിമുകൾ എന്നിവ എന്ത് ചെയ്തിരിക്കുന്നു? നിരോധിച്ചിരിക്കുന്നു. ഓക്കെ ആണല്ലോ, കാര്യങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. സെക്ഷൻ 5 വ്യവസ്ഥകൾ തെറ്റിക്കുകയാണെങ്കിൽ സെക്ഷൻ 5 പ്രകാരമുള്ള കാര്യങ്ങൾ, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? അത് വയലേറ്റ് ചെയ്തിരിക്കുകയാണ്, അത് ലംഘിക്കുകയാണെങ്കിൽ അതിന് പറഞ്ഞിരിക്കുന്ന ശിക്ഷകൾ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് പറഞ്ഞിരിക്കുന്ന ശിക്ഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ എവിടെയാണ്? സെക്ഷൻ 22 അപ്പോൾ ഓർത്തോണം, സെക്ഷൻ 5 വ്യവസ്ഥകൾ ആരെങ്കിലും തെറ്റിക്കുകയാണെങ്കിൽ അവർക്ക് നൽകുന്ന ശിക്ഷകളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 22 ഏതാണ്? സെക്ഷൻ 22. മറന്നുപോകല്ലേ, സെക്ഷൻ 5 അതിൽ പറഞ്ഞിരിക്കുന്ന ഏതൊരു കാര്യവും വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്ന ശിക്ഷ
പറഞ്ഞിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 22 ഓർത്തിരുന്നോളം. സെക്ഷൻ 22. സെക്ഷൻ 5 ആദ്യമായിട്ട് ലംഘിക്കുന്ന ഒരു വ്യക്തി, ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ വല്ല പരസ്യമോ നോട്ടീസോ വീഡിയോകളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്നു. ശിക്ഷ നോക്കിയേ, 2 വർഷം വരെ തടവും അല്ലെങ്കിൽ 1000 രൂപ പിഴയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇവ രണ്ടും ഒരുമിച്ച് ലഭിക്കുന്നു. വളരെ ശ്രദ്ധിച്ചോണം. 2 വർഷം വരെ തടവ് കിട്ടാം, 1000 രൂപ പിഴ കിട്ടാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവ രണ്ടും കൂടെ ഒരുമിച്ചും കിട്ടുന്ന തരത്തിലുള്ള ഒരു ശിക്ഷയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. പിന്നെ ആദ്യം ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, അവന് കാര്യങ്ങളെല്ലാം മനസ്സിലായി, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്ന കാര്യങ്ങൾ മനസ്സിലായി, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ശിക്ഷകൾ കിട്ടുമെന്ന് മനസ്സിലായെങ്കിലും വീണ്ടും ഇതേ വ്യക്തി കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിക്ക് കിട്ടുന്ന ശിക്ഷയെ പറ്റിയും പറയുന്നു. നോക്കിയേ, എത്രയാണ് അവിടെ ഒരു വട്ടം ആവർത്തിച്ച് അവന് മനസ്സിലായതാണ്. പിന്നെ എന്താണ്, 5 വർഷം വരെ തടവും എത്ര രൂപയാണ്, 5000 രൂപ പിഴയോ ലഭിക്കുന്നു. ഓർത്തിരുന്നോണം. എത്രയാണ്, 5 വർഷം വരെ തടവായി. മറ്റിടത്തും 2 ആയിരുന്നു, അത് നേരെ മാറി 3 കൊല്ലം കൂടെ അധികമായിട്ട് കൊടുക്കും. അങ്ങനെ 5 വർഷം വരെ തടവും 5000 രൂപ പിഴയോ ലഭിക്കുന്ന കുറ്റമായിട്ട് ഇത് മാറുകയാണ്. അതെപ്പോഴാണ്, ആവർത്തിക്കപ്പെടുമ്പോഴാണെന്ന് ഓർത്തിരുന്നോണം. സെക്ഷൻ 22 എന്തിനെ പറ്റി പ്രതിപാദിക്കുന്നു, സെക്ഷൻ 5 വ്യവസ്ഥകൾ എന്ത് ചെയ്യുകയാണെങ്കിൽ, ലംഘിക്കുകയാണെങ്കിൽ, വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഏതെന്ന് പറയുന്നത്, സെക്ഷൻ 22. ശിക്ഷകൾ എന്തൊക്കെ നൽകാം എന്ന് പറയുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരുത്തൻ ഇത് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന ശിക്ഷ 2 വർഷം വരെ തടവോ അല്ലെങ്കിൽ 1000 രൂപ പിഴയോ ആയിരിക്കും. അത് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നെങ്കിൽ അയാൾക്ക് അത് കൊടുക്കും. വീണ്ടും ഇത് കുറ്റമാണെന്ന് മനസ്സിലാക്കി, ഇത് വലിയ ശിക്ഷ കിട്ടുന്ന കുറ്റമാണെന്ന് മനസ്സിലാക്കി വീണ്ടും ഇവൻ ഇതേ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ഇവനെ വീണ്ടും പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ 5 വർഷം വരെ എന്ത് കൊടുക്കും, തടവ് ശിക്ഷ കൊടുക്കും. അതേപോലെ 5000 രൂപ എന്നും നൽകുന്നതായിരിക്കും, ഫൈനും നൽകുന്നതായിരിക്കും എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഓർത്ത് വെച്ചേക്കണം, മറന്നു പോകരുത്. അടുത്ത ഒരു ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. സെക്ഷൻ 6 സെക്ഷൻ 6 എന്ത് പറഞ്ഞിരിക്കുന്നു നോക്കിയേ. നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് പല കടകളിലും പല ഭാഗങ്ങളിലും അല്ലെ, നമ്മൾ സാധാരണ എന്ത് മേടിക്കാൻ പോകുന്ന പുകയില വിൽക്കുന്ന ഏതൊരു കടയിലാണെങ്കിലും അവിടെ എഴുതി തൂക്കിയേക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. 18 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് സിഗരറ്റോ മറ്റു പുകയില ഉൽപ്പന്നങ്ങളോ വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർ, കുട്ടികൾ എന്ന് പറയുന്ന ആൾക്കാർക്ക് എന്ത് വിൽക്കാൻ പാടില്ല, സിഗരറ്റോ മറ്റു പുകയില ഉൽപ്പന്നങ്ങളോ വിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന വകുപ്പ് ഏതാണെന്ന് ഓർത്തോണം. ഏതാണ്? കോട്ട്പ ആക്ടിലെ സെക്ഷൻ 6. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 6. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്ത് പാടില്ല, എന്ത് വിൽക്കാൻ പാടില്ല, പുകയില ഉൽപ്പന്നങ്ങൾ ഒരു കാരണവശാലും വിൽക്കാൻ പാടില്ല എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 6. ഓർത്തിരിക്കണം, സെക്ഷൻ 6. അപ്പോൾ നോക്കിയേ, പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഏതൊരു സ്ഥാപനത്തിലും, നമ്മളിപ്പം പറഞ്ഞതേ ഉള്ളൂ, പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഏതൊരു സ്ഥാപനത്തിലും എന്ത് എഴുതി വെച്ചിരിക്കണം, 18 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ നൽകുന്നതല്ല എന്ന് ഉറപ്പായിട്ടും എന്ത് ചെയ്തിരിക്കണം, എഴുതി വെച്ചിരിക്കണം. ഓർത്തിരിക്കണം എന്നുള്ള ഒരു ബോർഡ് ഉണ്ടായിരിക്കണം ഫ്രണ്ടിൽ. എങ്ങനെയായാലും ഒരു ബോർഡ് ഉണ്ടായിരിക്കണം. 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് എന്ത് നൽകില്ല, പുകയില ഉൽപ്പന്നങ്ങൾ നൽകില്ല എന്നൊരു ബോർഡ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. സെക്ഷൻ 6 തന്നെയാണ് അതും വരുന്നത്. അപ്പോൾ നോക്കിയേ, 18 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ നൽകുന്ന വ്യക്തിക്ക് അത് കുറ്റമാണെന്ന് പ്രതിപാദിച്ചിരിക്കുന്നത് വകുപ്പ് 24 ഏതിലാണ്? സെക്ഷൻ 24. ഇതിനുള്ള ശിക്ഷയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഈ 18 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു വ്യക്തിക്ക് നൽകുന്ന ശിക്ഷ സെക്ഷൻ 24 പറഞ്ഞിരിക്കുന്നു. എത്ര രൂപയാണെന്നാണ് പറയുന്നത്? ഇതിനുള്ള ശിക്ഷ 200 രൂപ പിഴയാണ്. എത്ര രൂപയാണ്? 200 രൂപ പിഴയാണ്. കൃത്യമായിട്ട് ഓർത്തിരുന്നോളാം. വിദ്യാലയങ്ങളുടെ അടുത്ത് പുകയില ഉൽപ്പന്നങ്ങൾ 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിൽ പാക്കറ്റുകളായി വിൽക്കാൻ പാടില്ലെന്നും എന്ത് ചെയ്തിരിക്കുന്നു, പ്രതിപാദിച്ചിരിക്കുന്നു. ഈ സിഗരറ്റോ മറ്റുള്ള സാധനങ്ങളോ പുകയില ഉൽപ്പന്നങ്ങളോ ഈ കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പാക്കറ്റുകളാക്കി വെക്കാൻ പാടില്ല. നമുക്കറിയാം, നമ്മൾ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ പാക്കറ്റുകൾ കാണുമ്പോൾ നമുക്കൊന്ന് എന്ത് തോന്നുമായിരുന്നു, ഒന്ന് ആകർഷിക്കുമായിരുന്നു. നമ്മൾ അത് വാങ്ങിയ കൊള്ളാമെന്നൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനത്തെ ഉള്ള
പാക്കറ്റുകളാക്കി എന്ത് ചെയ്യാൻ പാടില്ല, വിൽക്കാൻ പാടില്ല എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. ഓർത്തോണം, ആ കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള എന്താക്കാൻ പാടില്ല, പാക്കറ്റുകളാക്കി ഈ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഓർത്ത് വെച്ചേക്കുക. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ശിക്ഷാർഹമാണെന്ന് എത്ര വലുപ്പത്തിൽ എഴുതണം, 60x30 സെന്റിമീറ്റർ വലുപ്പത്തിൽ കടകളിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്തിരിക്കണം, എഴുതി വെച്ചിരിക്കണം. ഓർത്തോണം, എത്രയാണ്, 60x30 ആണ്. 60x30 സെന്റിമീറ്ററിൽ എന്ത് ചെയ്തിരിക്കണം, 60x30 സെന്റിമീറ്ററിൽ എന്ത് ചെയ്തിരിക്കണം, എഴുതി വെച്ചിരിക്കണം കടകളിൽ. എല്ലാവർക്കും മനസ്സിലാവണം, ആ വലുപ്പം ഉണ്ടായിരിക്കണം എന്ന് കൃത്യമായിട്ട് നിഷ്കർഷിച്ചിരിക്കുന്നു. ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ ഇതാണ് അവിടെയുള്ള ഒരു കാര്യം. ഇനി അടുത്ത നമുക്ക് നോക്കാം, സെക്ഷൻ 6ബിയിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. സെക്ഷൻ 6 കണ്ടു, ഇനി നമ്മൾ എങ്ങോട്ട് ചെല്ലുന്നു, 6ബിയിലേക്ക് ചെല്ലുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ, അപ്പോൾ നമ്മൾ 6ൽ പറഞ്ഞു എന്താണ്, 18 വയസ്സിന് താഴെ എന്ന് പറഞ്ഞു. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർ കൂടുതലുള്ളത് എവിടെയാണ്, വിദ്യാലയങ്ങളിലാണ്, സ്കൂളുകളിലാണ്, കോളേജുകളിലാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തെ കുറിച്ചാണ് പറയുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 മീറ്റർ ചുറ്റളവിൽ, 100 യാർഡാണ് കേട്ടോ, 100 യാർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം 91 മീറ്ററോളം വരും. അപ്പോൾ ഈ ഒരു മീറ്റർ പരിധിയിൽ എന്ത് വിൽക്കാൻ പാടില്ല, പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്നു. ടൊബാക്കോ ഫ്രീ സ്കൂൾ സോൺ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, സ്കൂളിന്റെ പരിസരങ്ങളിലോ സ്കൂളിന്റെ മതിലുകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണ്, പുകവലി അല്ലെങ്കിൽ പുകയില നിരോധിത മേഖല അല്ലെ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 മീറ്റർ 100 യാർഡ് പരിധിയിൽ എന്ത് വിൽക്കാൻ പാടില്ല, പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് ഓർത്തിരിക്കണം. ആ വകുപ്പ് മറന്നു പോകരുത്. ഇതാണ് സെക്ഷൻ 6ബി ആണ്, അതും ഇമ്പോർട്ടന്റ് ആണ്, മറന്നുപോലെ ഓർത്തു വെച്ചേക്കണം. സെക്ഷൻ 6ബി, സ്കൂളുകൾ, വിദ്യാലയങ്ങൾ, അവിടെ എന്ത് വിൽക്കാൻ പാടില്ല, പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല. 100 യാർഡ് പരിധിയിൽ ഇത് വിൽക്കാനേ പാടില്ല എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. ഇനി അടുത്ത ഒരു ഭാഗത്തിലേക്ക് പോകാം. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, ഈ ഒരു സൈൻ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കാം. അടുത്തത് എന്താണെന്ന് നോക്കി, സിഗരറ്റും മറ്റു പുകയില ഉൽപ്പന്നങ്ങളും സ്ഥാപനത്തിൽ 100 മീറ്റർ ചുറ്റളവിൽ വിൽക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്നത് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പുറത്ത് സ്ഥാപിക്കണം. എല്ലാ സ്കൂളിന്റെയും മതിലുകളിൽ അല്ലെങ്കിൽ ഒരു ബോർഡ് നമ്മൾ കണ്ടിട്ടില്ലേ, സ്കൂളുകളിൽ പോകുന്ന സമയത്ത് പല ഇതിന്റെയും ലിറ്റിൽ കൈറ്റ്സ്, NCC, NSSന്റെ ഒക്കെ ബോർഡ് കണ്ടിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ ഒരു ബോർഡും അവിടെ ഉണ്ടായിരിക്കും. എന്താണ്, സ്കൂളിന്റെ പരിസരത്ത് എന്ത് നിരോധിച്ചിരിക്കുന്നു, പുകയില നിരോധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ബോർഡ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ സ്കൂളിന്റെ മതിലിലായിരിക്കാം ചിലപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്, ചിലപ്പോൾ വലിയൊരു ബോർഡായിട്ട് തന്നെ ആയിരിക്കാം എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിച്ചിരിക്കുന്നു 6ബിക്കകത്ത്. ഓർത്ത് വെച്ചേക്കണേ. ഓക്കെ ആണല്ലോ, കിട്ടുന്നുണ്ടല്ലോ എല്ലാവർക്കും. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഈ നിയമം തെറ്റിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ശിക്ഷ നമ്മൾ പറഞ്ഞല്ലോ, 6ബിയുടെയും ശിക്ഷ എവിടെ തന്നെയായിരിക്കും പറയുന്നത്, സെക്ഷൻ 24 തന്നെയാണ്, ഒരു മാറ്റവുമില്ല. സെക്ഷൻ 24 200 രൂപ പിഴയായി നൽകേണ്ട കുറ്റമാണെന്ന് പ്രതിപാദിക്കുന്നു. എത്രയാണ്, 200 രൂപയാണ് ഇതിന്റെ പിഴ എന്ന് പറയുന്നത്. ഈ നിയമം ലംഘിക്കപ്പെട്ടതായിട്ട് ഇങ്ങനെ സ്കൂളിന്റെ 100 മീറ്റർ പരിധിയിലുള്ള അല്ലെങ്കിൽ 100 യാർഡ് പരിധിയിലുള്ള ഏതെങ്കിലും കടകളിൽ ഈ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ടെന്ന് സ്കൂൾ അധികൃതർ എന്ത് ചെയ്തു കഴിഞ്ഞാൽ, അവർക്ക് ഉറപ്പായി കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യാവുന്നതാണ്, പരാതിപ്പെടാവുന്നതാണെന്നും ഈ വകുപ്പിൽ പറയുന്നു. സ്കൂൾ അധികൃതർക്ക് മാത്രമല്ല, വേറെ പൊതുജനങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഇത് പരാതിപ്പെടാവുന്നതാണ് കേട്ടോ. സ്കൂൾ പരിസരങ്ങളിൽ എന്ത് ചെയ്യുന്നത്, ഈ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കുറ്റകരമാണ്. 100 മീറ്റർ പരിധിയിൽ വിൽക്കാനേ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ സ്കൂൾ അധികൃതർക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാവുന്നതാണ് എന്നും പ്രതിപാദിച്ചിരിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സെക്ഷൻ 8 ആണ്. സെക്ഷൻ 8 സിഗരറ്റുകളുടെയും മറ്റു പുകയില ഉൽപ്പന്നങ്ങളുടെയും പാക്കറ്റുകളിലെ മുന്നറിയിപ്പുകൾ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ഏതൊരു സിഗരറ്റ് പാക്കറ്റുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, നമ്മളെല്ലാം റോഡിൽ കൂടെ പോകുമ്പോൾ അവിടെ എല്ലാം വലിച്ചു വാരി ഇട്ടേക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ മുന്നിൽ ആ സിഗരറ്റ് പാക്കറ്റുകളിൽ നിങ്ങൾ എന്ത് കണ്ടിട്ടുണ്ട്, പലതരത്തിലുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്. ആ കാര്യങ്ങളെ പറ്റിയ പാക്കറ്റുകളിൽ അത് വലിക്കുന്ന, അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അല്ലെ, ആ പാക്കറ്റിൽ അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എന്തുണ്ടായിരിക്കണം, കുറച്ച് മുന്നറിയിപ്പുകൾ നൽകിയിരിക്കണം. അതിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നു
പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 8. ഓർത്തിരിക്കുക. അപ്പോൾ സെക്ഷൻ 8 എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഓർത്ത് പറയുക. എന്താണ് 8? സിഗരറ്റിന്റെ പാക്കറ്റുകളിൽ അല്ലെങ്കിൽ സിഗരറ്റോ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെയോ പാക്കറ്റുകളിൽ എന്തുണ്ടായിരിക്കണം? മുന്നറിയിപ്പുകൾ ഉണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം? മുന്നറിയിപ്പുകൾ ഉണ്ടായിരിക്കണം. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. സ്മോക്കിംഗ് ഡാമേജ് യുവർ ലങ്സ് എന്നൊക്കെ പറഞ്ഞ പാക്കറ്റ് കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. സിഗരറ്റ് പാക്കറ്റിലെ മുന്നറിയിപ്പുകളുടെ നിറം, വലിപ്പം ശ്രദ്ധിച്ചോണേ. വളരെ പ്രത്യേകത ഉള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. സിഗരറ്റ് പാക്കറ്റിലെ മുന്നറിയിപ്പുകളുടെ നിറം, വലിപ്പം എന്നിവ നിയമമനുസരിച്ച് ആയിരിക്കണമെന്ന് കൃത്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നു. കമ്പനിക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്നും പാടില്ല. അതിന് കൃത്യമായിട്ടുള്ള എന്തുണ്ടൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അതിന് നിറം പാടുള്ളൂ. അതിന്റെ ആ പടം, അതിന്റെ ഫ്രണ്ടിൽ കൊടുക്കുന്ന ആ ചിത്രം, ഇതെല്ലാം എന്തനുസരിച്ചായിരിക്കണം? നിയമം ആയിരിക്കണമെന്ന് കൃത്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നു. അവ വാങ്ങുന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിലും ആയിരിക്കണമെന്ന് പ്രതിപാദിച്ചിരിക്കുന്നതാണ് പറഞ്ഞത്. കൃത്യമായിട്ടുള്ള നിറം, വലിപ്പം, ഇത് രണ്ടും ഉണ്ടെങ്കിൽ എന്താണ്? ഇത് വാങ്ങിക്കുന്ന ആൾക്കാർ ഇത് വായിച്ചു നോക്കും അല്ലെ? ഇതെന്തായാലും നോക്കും. ഈ പടം കാണുന്നത് വായിക്കാത്ത ആൾക്കാർ ഇത് കാണാൻ വേണ്ടിയാണ് ഈ പടമൊക്കെ കൊടുത്തിരിക്കുന്നത്. ആ പടമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് കാണുന്ന ആൾക്ക് എന്ത് ചെയ്തിരിക്കണം? ഇത് കാണുമ്പോഴേ ഇത് എന്താണെന്ന്, പ്രശ്നമാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. സിഗരറ്റ് പാക്കറ്റിലെ ചിത്രങ്ങളുടെ കാലാവധി, ഇപ്പൊ എല്ലാ സിഗരറ്റ് പാക്കറ്റിലും ചിത്രങ്ങളുണ്ട്. ആ ചിത്രത്തിന്റെ കാലാവധി എത്ര വർഷമാണെന്നാണ് പറയുന്നത്? 1 വർഷമാണെന്ന്. എല്ലാ വർഷവും എന്ത് ചെയ്യണം? സിഗരറ്റ് പാക്കറ്റിന്റെ കവർ പേജിലെ ആ ചിത്രം മാറ്റണം എന്ന് പറഞ്ഞിരിക്കുന്നു. കൂടാതെ ഈ കമ്പയർ ചെയ്യണം, താരതമ്യപ്പെടുത്തണം. മറ്റു രാജ്യങ്ങളിലെ സിഗരറ്റ് പാക്കറ്റിന്റെ ചിത്രങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനെ വെച്ച് നമ്മൾ നോക്കണം. എല്ലാ വർഷവും മാറുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിൽ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും പാക്കറ്റുകൾക്ക് ചേഞ്ചുകൾ വരുത്തണം. അത് മറ്റു രാജ്യങ്ങളെ എന്ത് ചെയ്തിരിക്കണം? കമ്പയർ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ അത് എങ്ങനെയാണോ അവിടെ മാറ്റം ഉണ്ടായത്, അതേ രീതിയിലുള്ള മാറ്റങ്ങൾ എവിടെയും ഉണ്ടായിരിക്കണം? നമ്മുടെ രാജ്യത്തും ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. കിട്ടിയല്ലോ. ഇനി അടുത്തത് എന്താണെന്ന് നോക്കിയേ. സെക്ഷൻ 9 നമ്മൾ ചെല്ലുകയാണ്. സിഗരറ്റ് പാക്കേജുകളിലും മറ്റു പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷകളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് സിഗരറ്റിന്റെ പാക്കറ്റുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷകളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നു. ഏതെന്ന് പറയുന്നത്? സെക്ഷൻ 9 എന്ന് പറയുന്നത്. അപ്പോൾ ഭാഷയെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ ലാംഗ്വേജുകളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിഗരറ്റിന്റെ പാക്കറ്റുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ്, ഭാഷ, മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന ഭാഷകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ലേബലുകളുടെ മുന്നറിയിപ്പുകളും ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഷകളിലോ ആയിരിക്കണം. എല്ലാ സിഗരറ്റിന്റെ പാക്കറ്റുകളിലും നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ ഒന്നുകിൽ ഏത് ഭാഷയിലായിരിക്കണം? ഇംഗ്ലീഷിലായിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും പ്രാദേശിക ഭാഷകളിൽ ആയിരിക്കണം എന്ന് എന്ത് ചെയ്തിരിക്കുന്നു? പ്രതിപാദിച്ചിരിക്കുന്നു. മനസ്സിലായല്ലോ? സെക്ഷൻ 9 ഓർത്തിരിക്കുക. സിഗരറ്റിന്റെ ഇന്ത്യയിൽ വിപണനം ചെയ്യുന്ന സിഗരറ്റ് പാക്കറ്റുകളിലെ മുന്നറിയിപ്പുകൾ ഏത് ലാംഗ്വേജിലായിരിക്കണം? ഒന്നുകിൽ ഇംഗ്ലീഷിലായിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം? ഇന്ത്യൻ ഭാഷകളിൽ ഏതെങ്കിലും ഒരു ഭാഷയിൽ ആയിരിക്കണം. അതായത് തദ്ദേശീയ ഭാഷകൾ ആയിരിക്കണം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ഇപ്പം കൃത്യമായിട്ട് മലയാളത്തിലുണ്ട്. കണ്ടോ? നിയമപ്രകാരം മുന്നറിയിപ്പ് പുകയില അർബുദത്തിന് കാരണമാകുന്നു. സിഗരറ്റിന്റെ പാക്കറ്റുകളിൽ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നു. ടൊബാക്കോ കോസസ് ക്യാൻസർ ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. വാണിംഗ് എന്ന് പറയുന്ന കാര്യങ്ങൾ സിഗരറ്റിന്റെ പാക്കറ്റിൽ കൂടുതലും ഏത് ഭാഷയിൽ തന്നെയാണ്? ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെയാണ് എന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ലാംഗ്വേജിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിഗരറ്റ് പാക്കറ്റുകളിലെ ലാംഗ്വേജ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നിൽ ഏതായിരിക്കണം? ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കണം, അല്ലെങ്കിൽ ഏതായിരിക്കണം? പ്രാദേശിക ഭാഷയായിരിക്കണം. ഒന്നിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അല്ലെങ്കിൽ എന്തായിരിക്കണം? പ്രാദേശിക ഭാഷയാണ്. അപ്പൊ മലയാളം പ്രാദേശിക ഭാഷയാണ്. ഇംഗ്ലീഷ് ഭാഷയിലും എന്ത് കൊടുത്തിരിക്കുന്നു? ഇതിന്റെ കാര്യം, പരസ്യം, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ പറ്റി പറഞ്ഞിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് ചെല്ലുകയാണ്. അടുത്ത സെക്ഷൻ നോക്കിക്കേ. സെക്ഷൻ 12 സെർച്ച് നടത്തുന്നതിനുള്ള അധികാരത്തെ പറ്റി പറയുന്നു. അപ്പോൾ എന്താണ് സെർച്ച്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് നടത്താനുള്ള? സെർച്ച് നടത്താനുള്ള അധികാരമുണ്ടെന്ന് പറയുന്നു. എന്താണ് ആ വകുപ്പ്? സെക്ഷൻ 12. കോട്ട്പ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടെന്ന് സംശയിക്കപ്പെടുകയാണെങ്കിൽ, ഈ കാര്യങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ലംഘിക്കപ്പെട്ടു, പരസ്യത്തിന്റെ കാര്യമായാലും ലേബലുകളുടെ കാര്യത്തിലായാലും 100 യാർഡിനകത്തില് സാധനം വിൽക്കുന്നതായാലും
ബ്രാൻഡ് നെയിം ഉപയോഗിച്ചു എന്ത് നൽകി, മറ്റെന്തെങ്കിലും അവാർഡുകൾ നൽകി, ഇങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിലോ സംഭരിക്കുന്ന സ്ഥലങ്ങളിലോ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. അവിടെ നമുക്ക് പ്രവേശിക്കുകയോ അത് പിടിച്ചെടുക്കുന്നതിനും കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനും അധികാരമുണ്ടെന്ന് പറയുന്നു. പിടിച്ചെടുക്കുകയും അത് കേസ് രജിസ്റ്റർ ചെയ്യാനും അധികാരമുണ്ടെന്ന് പറയുന്ന സെക്ഷനാണ് ഏതെന്ന് പറയുന്നത്, സെക്ഷൻ 12 എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 12 എല്ലാവർക്കും മനസ്സിലായി കാണും. എന്ത് ചെയ്യുന്നു, ഈ കാര്യങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ, നിയമം ലംഘിക്കപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യാനുള്ളത്, ഉദ്യോഗസ്ഥന്, അതുമായിട്ട് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് ചെയ്യാനുള്ള കാര്യമുണ്ട്, സെർച്ച് നടത്താനുള്ള അവകാശമുണ്ടെന്ന് പറയുകയും അത് പിടിച്ചെടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരവും ഉണ്ടെന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. ഓർത്തു വെച്ചേക്കുക. അടുത്ത സെക്ഷനിലേക്ക് പോകാം. സെക്ഷൻ 13 സിഗരറ്റിന്റെ പാക്കറ്റുകൾ, പുകയില ഉൽപ്പന്നങ്ങൾ, പുകയിലയുടെ പരസ്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിയമത്തിൽ എന്തെങ്കിലും ലംഘിക്കപ്പെടുകയാണെങ്കിൽ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന് അത് പിടിച്ചെടുക്കാൻ അധികാരമുണ്ടെന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു, സിഗരറ്റിന്റെ പാക്കറ്റുകൾ, പുകയില ഉൽപ്പന്നങ്ങൾ, പുകയിലയുടെ പരസ്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നമ്മൾ മുകളിൽ പറഞ്ഞ ഏതൊരു നിയമവും ലംഘിക്കപ്പെട്ടു, പരസ്യമായാലും മറ്റെന്ത് കാര്യങ്ങളായാലും ലംഘിക്കപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് എന്ത് ചെയ്യാൻ പറ്റും, അത് പിടിച്ചെടുത്തുകൊണ്ട് പോകാൻ കഴിയുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അവർക്ക് അതിനുള്ള അധികാരമുണ്ടെന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് സെക്ഷൻ 20 നോക്കാം. സെക്ഷൻ 20 എന്താണെന്ന് നോക്കാം. സിഗരറ്റോ മറ്റു പുകയില ഉൽപ്പന്നങ്ങളോ നിർമ്മിക്കുന്ന വ്യക്തിയോ കമ്പനിയോ അതിലടങ്ങിയിരിക്കുന്ന ടാറ്, നിക്കോട്ടിൻ, മറ്റു വസ്തുക്കളെ പറ്റിയ വിവരങ്ങൾ അതിന്റെ ലേബലുകളിൽ അല്ലെങ്കിൽ മുന്നറിയിപ്പോ, ലേബലായിട്ടോ മുന്നറിയിപ്പോ ആയിട്ടോ നൽകിയിട്ടില്ലെങ്കിൽ കുറ്റകരമാണെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് 20 എന്ന് പറയുന്നത്. അപ്പോൾ നിക്കോട്ടിൻ, ടാർ എന്നിവയെ പറ്റിയുള്ള മുന്നറിയിപ്പുകളോ അല്ലെങ്കിൽ ലേബലുകളോ നൽകിയിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് നൽകിയില്ലെങ്കിൽ അത് കുറ്റകരമാണെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 20. അപ്പോൾ സെക്ഷൻ 20 ലംഘിക്കപ്പെടുകയാണെങ്കിലുള്ള ശിക്ഷയാണ് പറയുന്നത്. അത് ആദ്യമായിട്ട് ലംഘിക്കപ്പെടുന്ന ഒരു വ്യക്തി, അത് ആദ്യമായിട്ട് ഇറങ്ങി നിക്കോട്ടിനെ പറ്റി പരാമർശിച്ചിട്ടില്ല, അതിന്റെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല, ലേബലുകൾ നൽകിയിട്ടില്ല, അങ്ങനെ ഒരു വ്യക്തിക്ക് 2 വർഷം വരെയുള്ള തടവും 5000 രൂപ പിഴയും, അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചും ലഭിക്കുന്നു. 5000 രൂപ പിഴ, 2 വർഷം തടവ്, അല്ലെങ്കിൽ ഇവ രണ്ടും ലഭിക്കുകയാണ് ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന വ്യക്തി. ഇവൻ വീണ്ടും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ, വീണ്ടും ഇത് ചെയ്തു വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ കിട്ടുന്നതോ, അപ്പോൾ ഈ 2 വർഷം എന്നുള്ള നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ എത്രയായി മാറും, അത് 5 വർഷം എന്നാകും. ഈ 5 എന്നുള്ളത് എത്രയായി മാറി, 10000 ആയി മാറി. എത്രയായി മാറി, 10000 രൂപ പിഴയുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് എന്ന് ഓർത്തിരിക്കണം. അപ്പോൾ എന്താണ്, മുന്നറിയിപ്പുകളോ ലേബലുകളോ നൽകിയിട്ടില്ലെങ്കിൽ ഉള്ളതാണ് ഈ പറഞ്ഞത്. അപ്പോൾ സിഗരറ്റിന്റെ പാക്കറ്റിൽ എന്ന് നൽകിയിട്ടില്ല, നിക്കോട്ടിൻ, ടാർ എന്നിവയെ പറ്റിയുള്ള എന്ത് നൽകിയിട്ടില്ല, ലേബലോ അല്ലെങ്കിൽ മുന്നറിയിപ്പോ നൽകിയില്ലെങ്കിലുള്ള ശിക്ഷയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അത് ഓർത്തു വെച്ചിരിക്കണം. മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിലുള്ള ശിക്ഷയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കിയോണേ, ഇതേ കാര്യം വീണ്ടും പറയുന്നു. ഈ പുകയില ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ടാറ്, നിക്കോട്ടിൻ എന്നിവയുടെ അളവ്, അതിനുള്ള അളവ്, ക്വാണ്ടിറ്റി അത് നൽകിയിട്ടില്ലെങ്കിൽ അത് വേറൊരു വകുപ്പാണ്, വേറൊരു ശിക്ഷയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, 2 വർഷം വരെയുള്ള തടവും 1000 രൂപ പിഴയിൽ ലഭിക്കുന്നു. നിക്കോട്ടിന്റെ അളവ്, ഇത് നിക്കോട്ടിൻ ഉണ്ടെന്ന് പ്രതിപാദിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു, അത് കൂടാതെ ഈ നിക്കോട്ടിന്റെ അളവ് ഉണ്ടായിരിക്കണം, ടാറിന്റെ അളവ് അതിനകത്തിൽ പരാമർശിച്ചിരിക്കണം. ഇത് നൽകിയിട്ടില്ലെങ്കിലുള്ള ശിക്ഷയാണ് 2 വർഷം വരെ തടവും 1000 രൂപ പിഴയുമാണ്. എത്രയാണ്, 2 വർഷം വരെ തടവും 2 വർഷം വരെ തടവുമാണ്. അതേപോലെ 1000 രൂപയാണ്. 2 വർഷവും 1000 രൂപ പിഴയും ലഭിക്കുന്ന കുറ്റമാണ്. ഇവിടെയുമുണ്ട്, ഒരിക്കൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തി വീണ്ടും കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ 2 വർഷം വരെയുള്ള തടവിനും 3000 രൂപ പിഴയുമാണ്. അതിന് മാറ്റമൊന്നുമില്ല, 2 വർഷം വരെയാണ്. അപ്പോൾ എത്രയാണ്, 3000 രൂപ പിഴ ലഭിക്കുന്നു എന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ ഇതാണ് സെക്ഷൻ 20 പറഞ്ഞിരിക്കുന്നത്. ഓർത്തിരിക്കുക. സെക്ഷൻ 20 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ലേബലോ മുന്നറിയിപ്പുകളോ ഉണ്ടായിരിക്കണം. എന്തിനെ പറ്റി, നിക്കോട്ടിനെയോ ടാറിനെയോ പറ്റി. കൂടാതെ അതിനുള്ള ശിക്ഷ, അത് ചെയ്തിട്ടില്ലെങ്കിൽ അതിനുള്ള ശിക്ഷ പറയുന്നു. ആവർത്തിച്ചാലുള്ള ശിക്ഷ പറയുന്നു. അത് കഴിഞ്ഞിട്ട്
ഈ ലേബലിനകത്തിൽ സിഗരറ്റ് പാക്കറ്റിൽ ടാറിന്റെയും നിക്കോട്ടിന്റെയും അളവ് അത് പരാമർശിച്ചിട്ടില്ലെങ്കിൽ ഉള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്നു. ഏത് വകുപ്പ്? സെക്ഷൻ 20-നകത്തിലാണെന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഇതിനകത്ത് നമ്മളിപ്പോ ഈ പഠിച്ച കോട്ട്പ ആക്ടിന്റെ പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇത് ആക്ട് നിലവിൽ വന്നത് അല്ലെങ്കിൽ പാസ്സാക്കിയത് എന്നാ നോക്കിയേ, 2003 മെയ് മാസം 18-നാണ് കോട്ട്പ ആക്ട് നിയമം നിലവിൽ വന്നത്. എന്നാണ് നോക്കിയേ, 2003 മെയ് 18. അപ്പോൾ നിങ്ങൾ കോട്ട്പ ആക്ട് പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ 2003 കൂടെ ചേർത്തങ്ങ് പഠിക്കുക. അപ്പോൾ നിലവിൽ വന്നത് 2003 മെയ് 18 കേസുകൾ, ഈ കോട്ട്പ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ വിചാരണ ചെയ്യുന്ന കോടതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ടാണ്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ എന്ത് ചെയ്യുന്നത്? വിചാരണ ചെയ്യുന്നത്. ഈ ഒരു എല്ലാ കേസുകളും എന്ത് ലഭിക്കുന്നു എന്നാണ് പറയുന്നത്? ജാമ്യം ലഭിക്കുന്ന കുറ്റങ്ങളാണ് കേട്ടോ. ഈ കോട്ട്പ ആക്ട് പ്രകാരം ചെയ്യുന്ന കുറ്റങ്ങൾക്ക് എന്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്? ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ട്. ജാമ്യം ലഭിക്കുന്നതാണ് എന്നും ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്ന് ഇവിടെ നോക്കിയത്. സിവിൽ എക്സൈസ് ഓഫീസറിന്റെ എക്സാം എഴുതുന്ന ആൾക്കാർക്ക്, അല്ലെ, സിവിൽ പോലീസ് ഓഫീസറോ അതേപോലെ തന്നെ ഫയർമാനും എഴുതാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെ, പരീക്ഷയാണ് ഈ സിവിൽ എക്സൈസ് ഓഫീസർ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുന്നതായിരിക്കും. ഇത് വൃത്തിയായിട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് കവർ ചെയ്തു. അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ മറ്റൊരു സ്പെഷ്യൽ ടോപ്പിക്സിന്റെ പാർട്ടുമായിട്ട് ഭാഗവുമായിട്ട് നമുക്ക് എത്താം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു ക്ലാസ് നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ്സുകളെല്ലാം നമ്മളുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ ആദ്യം IT ആക്ട് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഈ ഒരു എക്സാമിനുള്ള ഒരു ഭാഗമാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ അതേപോലെ ഇനിയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.